കാലവർഷക്കെടുതി വ്യാപകമാകുന്നു. ബുധനാഴ്ച വീശിയടിച്ച കനത്ത കാറ്റിലും മഴയിലും ബന്ദിയോടും മേൽപ്പറമ്പ് കീഴൂരും വീട് തകർന്നു. ഇരു സ്ഥലങ്ങളിലുമുണ്ടായ അപകടത്തിൽ വീട്ടുകാർക്കും പരിക്കേറ്റു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു നാടിനെ നടുക്കിയ അപകടം സംഭവിച്ചത്. ഉച്ചസമയത്ത് പ്രദേശത്ത് വീശിയടിച്ച ശക്തമായ ചുഴലിക്കാറ്റിലും കനത്ത മഴയിലുമാണ് തിരുമലേഷിന്റെ ഓടുമേഞ്ഞ വീട് പൂർണ്ണമായും തകർന്നു വീണത്. അപകട സമയത്ത് വീടിനകത്തുണ്ടായിരുന്ന തിരുമലേഷിനും ഭാര്യയ്ക്കും പരിക്കേറ്റു. ഭാര്യയുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം നടക്കുമ്പോൾ തിരുമലേഷിന്റെ അമ്മയും മക്കളും വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും അവർ അത്ഭുതകരമായാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. വലിയൊരു ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. വീട് തകർന്ന ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഇതെൻ്റെ വീട്. ഞാൻ എൻ്റെ ഭാര്യ, കുഞ്ഞി, അമ്മ എല്ലാം ഉള്ളിലുണ്ടായിരുന്നു. ആ ടൈമിൽ 12:30 വീണു. എന്നിട്ട് എൻ്റെ ഭാര്യയ്ക്ക് പരിക്കായി, എൻ്റെ കൈക്ക് പരിക്കായി. അപകട വിവരമറിഞ്ഞ് വാർഡംഗം ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. തകർന്ന വീടും പരിസരവും വിലയിരുത്തിയ അധികൃതർ ദുരന്തത്തിനിരയായ കുടുംബത്തിന് അടിയന്തര ധനസഹായവും പുനരധിവാസ സൗകര്യങ്ങളും ഉറപ്പാക്കാൻ റവന്യൂ അധികൃതരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നറിയിച്ചു. ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെയുണ്ടായ അതിശക്തമായ മഴയിലും കാറ്റിലുമാണ് മേൽപ്പറമ്പ് കീഴൂരിൽ വീട് തകർന്നത്. കീഴൂർ കടപ്പുറത്തെ സുബ്രഹ്മണ്യ മഠത്തിന് പിന്നിലെ സാരികയുടെ ഓടിട്ട വീടാണ് തകർന്നു വീണത്. അപകട സമയത്ത് സാരികയും 2 മക്കളും കിടപ്പ് രോഗിയായ സഹോദരനുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഇവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. സാരികയ്ക്കും കുട്ടികൾക്കും കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഉറക്കത്തിനിടയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീഴുന്നതിന്റെ ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഇറങ്ങിയതിനാലാണ് ഇവർ രക്ഷപ്പെട്ടതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സംഭവം നടക്കുന്നത് 4 പേര് ഹോസ്പിറ്റലുണ്ട്. ഒരാളാണ് ഇപ്പറ്റാക്കിയത്. കൈക്ക് നല്ല വേദന ഉണ്ടായി. അത് വീഴുന്ന സൗണ്ട് കേട്ടിട്ട് ഓട് അങ്ങനെ വീണത്. ആരും കല്ലെല്ലാം ഓട് ഇവിടെ നേരത്താണ് വീണത്. സാരിക നാട്ടിൽ ഹോസ്പിറ്റലാണുള്ളത്. എല്ലാവരും വന്നു. എല്ലാവരും സുഖാറ് പെടുന്നു. പോലീസുകാരെല്ലാവരും വന്നില്ല. സംഭവം അറിഞ്ഞ് ജനപ്രതിനിധികളും വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികളോട് ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ് വിഷൻ.